പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്കിടെ അമേരിക്ക കടുപ്പിക്കുകയാണ്. സൈനിക നടപടി ഇനി ഉണ്ടാകരുത് എന്ന് ഇസ്രയേലിന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇനിയും ആക്രമിച്ചാൽ പിന്തുണയ്ക്കില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്രയേലിനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിച്ചെന്ന് ഇറാനും അറിയിച്ചിരിക്കുകയാണ്. അതേസമയം വെടിനിർത്തൽ കരാറിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകുക. ഗുഡ് മോർണിംഗ് അൻസു. ഇപ്പോൾ ട്രംപും നെതന്യാഹുവും തമ്മിൽ തെറ്റി എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് കർശനമായ മുന്നറിയിപ്പ് നൽകുന്ന രൂപത്തിലേക്ക് ആ ബന്ധം വഷളാകുന്നുണ്ടോ? ആ ബന്ധം വഷളാകലാണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യക്ക് നല്ലത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്ക് ഒരു താൽക്കാലിക വിരാമമായിരിക്കുകയാണെങ്കിലും ബന്ധം വഷളായി എന്ന തരത്തിലേക്ക് പറയാനാകുമോ എന്ന് വ്യക്തമാക്കാനാകുന്നില്ല. BBC അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് പ്രകാരം ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്തു പറഞ്ഞാലും നെതന്യാഹു അനുസരിക്കും. നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു തരത്തിലുമുള്ള ഒരു പ്രകോപനത്തിലേക്ക് ഇനി നീങ്ങരുത്. ഇനി അറ്റാക്ക് ചെയ്താൽ, ഇനി ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടായാൽ അമേരിക്ക പിന്തുണയ്ക്കില്ല എന്നാണ്. അതിന് കാരണമായി ട്രംപ് പറയുന്നത്, നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങണം, ബുദ്ധിപൂർവ്വം വേണം മുന്നോട്ട് പോകണം. കോമൺ സെൻസ് എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു കരാറിലേക്ക് നമ്മൾ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സമീപത്തെത്തിയ സമയത്ത് ഇത്തരത്തിൽ പ്രത്യാക്രമണങ്ങൾ നല്ലതല്ല എന്ന തരത്തിലൊരു ഉപദേശമാണ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് നൽകിയിരിക്കുന്നത് എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിനെതിരായ സൈനിക നടപടികൾ നിർത്തിവെച്ചതായി ഇറാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ അറിയിപ്പ് വരികയും ചെയ്യുന്നുണ്ട്. ഇതോടെ ഒരു താൽക്കാലിക വിരാമം ഉണ്ടായിരിക്കുകയാണ്. ഏപ്രിലിലെ വെടിനിർത്തൽ കരാറിന് ശേഷം ഇത്തരത്തിൽ ആദ്യമായാണ് കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രായേലും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ബലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് വലിയ രീതിയിൽ ഇന്നലെ ഉണ്ടായത്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളടക്കം വലിയ ജാഗ്രതയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ വഴിയുള്ള ഇത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിനിടയിൽ അമേരിക്കയ്ക്കോ യാതൊരു തരത്തിലും വെടിനിർത്തലിനോ അല്ലെങ്കിൽ ചർച്ചകൾക്കോ താല്പര്യമില്ല എന്ന് ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം കൂടി ഉണ്ടായിട്ടുമുണ്ട്. അതേസമയം തന്നെ ഇറാൻ പറയുന്ന മറ്റൊരു കാര്യം, ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഈ പറഞ്ഞ സമാധാനം ഉണ്ടാവില്ല, തിരിച്ചടിക്കും, വീണ്ടും കനത്ത ആക്രമണങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. എങ്കിലും ഇപ്പോൾ നിലവിൽ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധഭീതി ഏതാണ്ട് അകലുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അതാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നത്. അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.